ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡോറയുടെ പ്രയാണത്തിന്റെ മറ്റൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് കുണ്ടാദ്രി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് അഗുംബയിൽ നിന്ന് നമ്മൾ ഈ ഒരു പോയിന്റിലേക്കാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ 2 ദിവസത്തെ യാത്രയായിരുന്നു. അപ്പൊ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. നമ്മുടെ ഈ ഒരു യാത്രയിൽ 21 പേരുണ്ടായിരുന്നു. യാത്ര എല്ലാം വളരെ ഭംഗിയായിരുന്നു. ആദ്യമായിട്ടാണ് അഗുംബയിലേക്ക് ഞാനൊരു ഗ്രൂപ്പ് ട്രിപ്പ് ചെയ്യുന്നത്. ഇതിന് മുന്നേ തനിയെ വന്നിട്ട് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ഗ്രൂപ്പ് കൊണ്ടുവന്നത്. എല്ലാവരും ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് മഴയും കിട്ടി, എല്ലാ സ്പോട്ടും കാണാൻ പറ്റി. അപ്പൊ ഒരുപാട് സന്തോഷം. അഗുംബയിൽ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അഗുംബയുടെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ഷാനിസ് വേ. ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. നമുക്ക് 12:50 മംഗലാപുരത്തേക്ക് ട്രെയിന്. അവിടെ നിന്നും വേറെ ബസ്സിലാണ് നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 8 മണിക്ക് തന്നെ മംഗലാപുരം സ്റ്റേഷനിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. സാധാരണ ട്രെയിനൊക്കെ ലേറ്റ് ആവലാണ് പതിവ്, പക്ഷേ ഇത് 15 മിനിറ്റ് നേരത്തെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരോടും ഇന്നലെ തന്നെ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ വീണ്ടും ഹോട്ടലിൽ കയറില്ല, എല്ലാവരോടും എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊണ്ടുവരാത്തവർ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് ആണ് ഇപ്പം നമ്മൾ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ ഫ്രഷ് ആവാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ഹോട്ടലിൽ ഒരു 4-5 റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഫ്രഷായി നമ്മൾ നേരെ തന്നെ ഇറങ്ങി. അപ്പോൾ ആദ്യത്തെ ഒരു ടെമ്പിളിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. 1000 പില്ലർ ബസതി എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഏറ്റവും കൂടുതൽ ജൈന ക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലം കൂടെയാണ്. അതായത് മൂഢഭദ്ര എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതായത് നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. അതായത് 1000 കൽ തൂണുകളുള്ള ഒരു ക്ഷേത്രമാണ്. അതങ്ങനെ എണ്ണാനൊന്നും നമ്മൾ നിൽക്കുന്നില്ല, എന്തായാലും അത്രയും ഉണ്ടാവും. അല്ലാണ്ട് അപ്പം അങ്ങനെ ഒരു പേരെന്തായാലും വരില്ലല്ലോ. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു സംശയം തോന്നും, അത്രയും ഉണ്ടോ എന്ന്. പക്ഷേ എല്ലാ തൂണുകളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം. എന്തായാലും ഇതിൻ്റെ സറൗണ്ടിങ്സും നല്ല ഭംഗിയാണ്, നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ മഴയില്ല കേട്ടോ. ശരിക്കും ഇതൊരു മൺസൂൺ യാത്രയാണ്, മഴയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ ചെല്ലുമ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഴ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാൽ ആവശ്യം നേരത്തെ നമുക്ക് മഴ കിട്ടുന്നത് ഒരു വലിയ സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തൊഴുത് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് മടങ്ങുന്നത്. അടുത്തത് ഗോമതേശ്വര ടെമ്പിൾ കാണാനാണ് ഇപ്പം നമ്മൾ പോകുന്നത്. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പം ആ ഒരു ടെമ്പിളിലേക്ക് പോയത് കൊണ്ടും വീണ്ടും കുറേയധികം പടികൾ കയറാനുള്ളത് കൊണ്ടും ഞാൻ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു. എല്ലാവരും പക്ഷെ കണ്ടു വന്നു. പക്ഷെ കൂടെ ഞാൻ പോകാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ഇതാണ് ആ ഗോമതേശ്വര ടെമ്പിളിൻ്റെ ഒരു ഫോട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും നമ്മളുടെ ആസ്ഥാന ഫോട്ടോഗ്രാഫറാണ് കേട്ടോ കാണുന്ന ആൾ ജിബിൻ. നിറയെ ഫോട്ടോ എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ ലഞ്ച് കഴിക്കാനാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല വെജ് റെസ്റ്റോറൻ്റ് ആണ്. നമുക്കിനി വീണ്ടും ടെമ്പിൾ വിസിറ്റിന് ആയതുകൊണ്ടാണ് നമ്മൾ വെജ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുള്ളത്. നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കിനി നമ്മുടെ ലിസ്റ്റിലുള്ള സ്ഥലം എന്ന് പറയുന്നത് വരാങ്ക ജെയിൻ ടെമ്പിളാണ്. അത് 1 മണിക്ക് അടയ്ക്കും. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് എന്തായാലും അതിൽ കൂടുതൽ സമയമാവും. ഇപ്പോൾ എത്തിയിട്ടുള്ള സമയം എന്ന് പറയുന്നത് 2:30 കാരണം കുറച്ചധികം ട്രാവലിംഗ് ഉണ്ട്. പക്ഷേ ഇത് തുറക്കുന്നത് 3:30 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ തോണിയിൽ വേണം കേട്ടോ ആ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ 1 മണിക്കൂർ നമുക്കിവിടെ വെറുതെ കളയാനില്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ സറൗണ്ടിങ്സും കാര്യങ്ങളും എല്ലാം കണ്ട് ഇതിൻ്റെ തന്നെ നേരെ മുമ്പിൽ വേറൊരു ടെമ്പിളും കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടോ നിറയെ നല്ല മഴ പെയ്ത് നല്ല വെള്ളമായിരിക്കും. ഇത് ശരിക്കും വെറുതെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിലാണ് വെള്ളം നിറഞ്ഞിങ്ങനെ നിൽക്കുന്നത്. ഇപ്പം അതേ നേരെ മുന്നിലുള്ള ആ ഒരു ടെമ്പിളിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതും നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഫുൾ കരിങ്കല്ല് തീർത്തിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് വരാങ്ക എന്നാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ നേരത്തെ ജെയിൻ ടെമ്പിൾ കണ്ടല്ലോ, ആ വരാങ്ക ജെയിൻ ടെമ്പിൾ ആ ഒരു പേര് തന്നെയാണ് ഈ ഒരു സ്ഥലത്തിനും. അഗുംബെ എന്ന് പറയുന്നത് നമ്മൾ അഗുംബെ ട്രിപ്പ് ആണെന്നുണ്ടെങ്കിലും ഇന്ന് വരാങ്ക, കാർക്കല അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള പ്രശസ്തമായിട്ടുള്ള ടെമ്പിളെല്ലാം കണ്ട് ശൃംഗേരി ടെമ്പിൾ കണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ എന്ന് പറയുന്നത്. ഈ അഗുംബെ എന്ന് പറയുന്നത്
അങ്ങനെ എല്ലാവരും കോമൺ ആയിട്ട് പോകുന്ന ഒരു സ്ഥലമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയാണെന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാവും. ഇത് കർണാടകയിലെ ഷിമാഗോ ജില്ലയിലാണ് ഈ അഗുംബെ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം വരുന്നത്. ഒരുപാട് ഫെസിലിറ്റി കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ശരിക്കും മഴക്കാടുകൾ ആസ്വദിക്കാൻ അല്ലെങ്കിൽ മഴ ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ ഇത്. അതായത് 2-3 മാസമൊക്കെ മഴ കുറവുണ്ടാവുള്ളൂ, ബാക്കിയുള്ള എല്ലാ സമയത്തും മഴയാണെന്നാണ് പറയണത്. രാജവെമ്പാലകളുടെ നാട്, അങ്ങനെ പല പല വിശേഷങ്ങളുണ്ട് അഗുംബയിലേക്ക്. ഈ പോകുന്ന റൂട്ട് തന്നെ നല്ല അടിപൊളിയാണ്. അതായത് കുറേ ഹെയർ പിന്നുകളെല്ലാം കഴിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ പോകുന്ന ഭാഗം ഫുള്ള് പച്ചപ്പും കാടും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഇല്ല എന്നുള്ളതും ഇവിടുത്തെ ഒരു വലിയ കാര്യമാണ് കേട്ടോ. നമുക്ക് ഇപ്പം നമ്മൾ അടുത്തൊരു പോയിന്റിൽ സിരിമനെ വാട്ടർഫോൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ വാട്ടർഫോൾ കാണാനാണ് 50 രൂപയാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. അപ്പം നമ്മൾ അതെടുത്തു. ഇത് വരുന്നത് ശൃംഗേരി, അതായത് ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററാണ് ശൃംഗേരിയിലേക്കുള്ളൂ. പടികൾ ഇറങ്ങി താഴേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു വാട്ടർഫോൾ കാണാൻ പറ്റുക. ഇപ്പം നല്ല മഴ സീസൺ ആയതുകൊണ്ട് തന്നെ വാട്ടർഫോളൊക്കെ നല്ല ഓണാണ്. ഇത് നമ്മുടെ ആളുകൾക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ഇറങ്ങണം, കുളിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അടുത്തൊരു അമ്പലത്തിലേക്ക് പോകാനുള്ളത് കൊണ്ട് ഒരുപാട് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാനില്ലാത്തത് കൊണ്ടും പെട്ടെന്ന് തന്നെ എല്ലാവരോടും കയറാൻ പറഞ്ഞു. എന്നാലും കുറച്ച് പേരൊക്കെ ഇറങ്ങി വെള്ളത്തിലൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് മുഴുവൻ സ്പെൻഡ് ചെയ്യാനുള്ള അത്രയും ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു പാക്കേജ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 2 ദിവസത്തെ പ്ലാൻ ആകുമ്പോൾ എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടൈം ലിമിറ്റ് വെച്ചല്ലേ പറ്റുള്ളൂ. അപ്പം എന്നാലും അഗുംബയിൽ വരുന്നവർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളിപ്പം ശൃംഗേരിയിൽ എത്തിയിരിക്കുകയാണ്. ശങ്കരാചാര്യ സ്ഥാപിച്ച ശാരദാമഠം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ചെറുപ്പത്തിൽ. അപ്പം ആ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രങ്ങളുടെ ഒരു കോമ്പൗണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ ശാരദാദേവിയുടെ ക്ഷേത്രമുണ്ട്, വിദ്യാരാജാദി ടെമ്പിളുണ്ട്, അതേപോലെ തന്നെ ഗണപതിയുടെ ക്ഷേത്രമുണ്ട്. അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ അതേപോലെ തന്നെ ശാരദാമഠവും ഇതിനുള്ളിൽ തന്നെയാണ്. അപ്പം അങ്ങോട്ടേക്ക് ഇപ്പം ഈ ഒരു സമയത്തായപ്പോഴത്തേക്ക് ഇരുട്ടായതുകൊണ്ടാണ് ഞാൻ ആ ഭാഗങ്ങളും കാര്യങ്ങളൊന്നും കാണിക്കാതെ നമ്മൾ അത്രയൊന്നും വീഡിയോ എടുത്തില്ല. രാത്രി ആയതുകൊണ്ടും നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇന്ന് സൺഡേ ആണ് കേട്ടോ. പക്ഷേ ഞാൻ പൊതുവേ സൺഡേ തിരക്ക് നല്ല ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ വളരെ തിരക്ക് കുറവായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് വളരെ സൗകര്യമായിട്ട് തൊഴാനും വലിയ തിക്കും തിരക്കില്ലാണ്ട് പോരാനും ഒക്കെ പറ്റി കേട്ടോ. ആടണമെന്നുണ്ട് പിന്നെ പാടണമെന്നുണ്ട് എന്റെ മനസ്സാണ് പോലെ എന്റെ ഇണക്കിളിയേ ചന്ദനപ്പൊട്ടിന്റെ പിന്നെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദന ഭൂമയിലേ. ഇത് നമ്മൾ ഇന്നലെ രാത്രി വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് വൈകി. ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം തന്നെ ഉറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു. രാത്രി നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. പകൽ നമുക്ക് വലിയ മഴ കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം അങ്ങ് പോയി. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇനി നമ്മളൊന്ന് നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല കോട കണ്ടപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ എടുത്തതാണ്. അഗുംബയിൽ അപ്പം നമ്മൾ ഇന്നലെ രാത്രി 9 മണിക്കായി എത്തിയപ്പോൾ നമ്മൾ ശൃംഗേരിന് നേരെ ഇവിടെ വന്നു. ഭക്ഷണം കഴിച്ചു, വേഗം കിടന്നുറങ്ങി. കാരണം ട്രെയിനിൽ വന്നപ്പം അങ്ങനെ ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം 6:30 ഈ ടൈമിൽ മഴയില്ല. പക്ഷെ എന്നാലും മഴ ഉണ്ടാവണ സ്ഥലം തന്നെ ആയതുകൊണ്ട് നമ്മൾ റെയിൻകോട്ടൊക്കെ ആയിട്ടാണ് പോണേ. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ മുന്നിൽ നടക്കുന്നുണ്ട് കാണിച്ചാൽ.
ഇതാണ് അഗുംബയിലെ മാൽഗുഡി ഡേയ്സ് എന്ന് പറയുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ. അത് ആ ഒരു പണ്ടത്തെ കാലത്ത്, അതായത് 1984 തോന്നുന്നു, ആ കാലഘട്ടത്തിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം അല്ല, ഒരു സീരിയൽ പോലെ. പിന്നെ ഇവിടെ ഒരു പഴയൊരു ഫോർട്ട് പോലെയാണ്. ആ ഫോർട്ടും കണ്ട് ഇപ്പം നമ്മൾ തിരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. നമ്മളുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് എല്ലാവരും. കാരണം ഇന്ന് അധികം നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞ സമയത്ത് തന്നെ നമ്മളിത് റെഡിയായിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂരി, ഉപ്പുമാവ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസുകളൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. ശരിക്കും നമുക്കെപ്പോഴും നമ്മളുടെ ഭക്ഷണത്തെ പോലെ ആവില്ലല്ലോ വേറൊരു സ്ഥലങ്ങളിൽ പോയിട്ട് കഴിക്കുമ്പോൾ. അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പൂരിയൊക്കെ കോമൺ ടേസ്റ്റ് തന്നെ, കറിക്ക് മാത്രം ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കവലദുർഗ ഫോർട്ട് കാണാനാണ് എത്തിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ചെറിയ ചാറ്റൽ മഴ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ഇത് കുറച്ചധികം എഫേർട്ട് ഉണ്ട്. ഇത് ശരിക്കും ഒരു ട്രക്കിംഗ് പോയിൻ്റാണ്. പ്രകൃതിയും അതേപോലെ തന്നെ കുറച്ച് സാഹസികതയും ആ കാര്യങ്ങളും ചരിത്രവും ഒക്കെ കൂടെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫീലിലാണ് ഇപ്പം നമ്മൾ ഈ ഒരു കവലദുർഗ ഫോർട്ട് കാണാനായിട്ട് പോകുന്നത്. കാരണം അത്രയ്ക്കധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്പോട്ടാണ്. 9ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കോട്ട കാണാനാണ് ഇപ്പം നമ്മൾ ഈ നടന്നു പോയോണ്ടിരിക്കുന്നത്. ഇത് അത്യാവശ്യം നടക്കാനുണ്ട്. അതായത് 2 കിലോമീറ്റർ അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. സ്വാഭാവികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. നിങ്ങൾക്കിപ്പം കാണുന്നുണ്ടാവും അത്യാവശ്യം കുന്നും മലയൊക്കെ കയറുന്നത് പോലെ നല്ല ഉരുണ്ട കല്ലുകളും കരിങ്കല്ല് പാകിയിട്ടുള്ള സ്ഥലങ്ങൾ പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന അങ്ങനെ ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോകുന്നത്. ആദ്യം അതായത് ഒരു എന്താ പറയുക, കവാടം പോലെ ഒരു വലിയ കോട്ടയുടെ ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇവിടെ നല്ല ഭംഗിയുള്ളൊരു കുളം, ഒരു കാടിനുള്ളിൽ എന്തൊരു ക്ലിയർ വാട്ടർ ആണല്ലേ. കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ. കാരണം ഇത് ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്തൊരു ഏരിയ ആണല്ലോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവർ തന്നെ കിട്ടും എന്നുള്ളതാണ് പറയുക. അപ്പോൾ യാത്രകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ ആകുമ്പോൾ അതിന് നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റും കൂടെ ഉണ്ട് അല്ലേ. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒരു സത്യം തന്നെയാണ്. സാധാരണ ഞാൻ ഇങ്ങനെയുള്ള യാത്രകളിൽ കുറച്ച് നടക്കുന്ന പരിപാടി എന്നൊക്കെ സ്കൂട്ടാവാറാണ് പതിവ്. പക്ഷെ നമ്മളുടെ കൂടെയുള്ള ടീം എന്ന് പറയണത് ഭയങ്കര എന്താ പറയുക, എനർജറ്റിക് ആയിരുന്നു. വെച്ച കാലം മുന്നോട്ടെന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു പോക്കാണ്. അപ്പം അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഫീൽ ചെയ്യില്ല. അതായത് ഈ ഒരു കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറേ മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ ഓരോരോ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇത് 9ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കോട്ടയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു തകർന്ന കോട്ടയാണ്. പുരാവസ്തുവിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഇതുള്ളത്. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അതായത് ഇവിടേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അഗുംബ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും അന്ന് വന്നതൊരു നല്ല വേനൽക്കാലത്തായതുകൊണ്ട് ഈ കോട്ട കാണാനൊന്നും വന്നില്ല. പക്ഷെ ഒരു സൈൻ ബോർഡ് പോലും ഇവിടെ ഇല്ല. അവിടെ ആളുകൾ ഇപ്പോൾ ഇവിടെ നാട്ടുകാരൊന്നും അടുത്തൊന്നും ഇല്ലല്ലോ. ഇതൊരു കാടിനുള്ളിലുള്ള ഒരു സ്ഥലമാണല്ലോ. ആരോടെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കണം എന്ന് വെച്ചാൽ പോലും ഒരു മനുഷ്യനെ കാണില്ല. ടൂറിസ്റ്റുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷെ ഒരു സൈൻ ബോർഡ് പോലും ഇല്ല. അതായത് ഇതൊരു കൊട്ടാരമാണ്. അതിൻ്റെ തകർന്ന ഭാഗങ്ങൾ മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനുള്ളിൽ 15ഓളം ക്ഷേത്രങ്ങളും അത്രയും അധികം കുളങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതിനകത്ത് ചില കുളങ്ങൾ മാത്രമേ നമ്മൾ കണ്ടു. അതിൻ്റെ മേളിൽ ഒരു ടെമ്പിളുണ്ട്. അതൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ കവലദുർഗ ഫോർട്ട് കണ്ട് ഇറങ്ങി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് വലിയ മഴ കിട്ടിയില്ല, എന്നാൽ ആവശ്യത്തിന് ഒരു മഴ കിട്ടുകയും ചെയ്തു. വല്ലാണ്ട് ഹെവി മഴയാണെങ്കിൽ നമുക്കത് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എന്തായാലും അഗുംബെ വരുന്നവർ ഈ ഒരു ഫോട്ടോ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. കാരണം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയി. നടക്കാൻ നല്ല പണിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അപ്പം നമ്മുടെ കൂടെ കുറച്ച്, അതായത് ഒരു 69 ആ ഏജ് ഉള്ളവർ കൂടെ നമ്മളുടെ ഗ്രൂപ്പിലുണ്ട്. പക്ഷെ അവരും വരെ ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പൊ എല്ലാവരും ഇത് വരുമ്പോൾ മിസ് ചെയ്യാണ്ട് തന്നെ ഇവിടെ കാണുക. 2 കിലോമീറ്റർ അങ്ങോട്ടും 2 കിലോമീറ്റർ ഇങ്ങോട്ടും അത്രയും ദൂരം നടക്കാനുണ്ട് കേട്ടോ. പക്ഷെ ഉള്ളത് പോകുന്ന ആ ഒരു കാഴ്ച എല്ലാം നല്ല വേർത്താണ്. എല്ലാ ഭാഗങ്ങളും സൂപ്പറാണ്. ഞാൻ ഒരുപാട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തില്ല. കാരണം നമുക്ക് നടക്കുമ്പോഴും അങ്ങനെയൊക്കെ ഒത്തിരി അങ്ങനെ എടുക്കാൻ പാടല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. എന്നാലും എല്ലാവർക്കും വരാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്. ഇവിടെ നമ്മൾ എൻട്രിയുടെ അവിടെ നമ്മൾ വരുന്ന വണ്ടി നമ്മൾ 21 പേരാണല്ലോ. അപ്പം 150 രൂപ ഒരു ടിക്കറ്റ് ചാർജ് എടുത്തു. അത് മാത്രമേ ഉണ്ടായുള്ളൂ, വേറെ ടിക്കറ്റ് ഒന്നുമില്ല. അപ്പം അങ്ങനെ ഇപ്പം നമ്മളിത് അടുത്ത സ്പോട്ട് കാണാനാണ് പോകുന്നത്. കുണ്ടാദ്രി ഹിൽ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. കാരണം നല്ല മഴയായിരുന്നു. നമ്മളൊരു ട്രക്കിലാണ് വന്നത്, ഒരു ഓപ്പൺ ട്രക്ക്. അപ്പം അതിലാണ് യാത്ര ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം മഴ കുറഞ്ഞു. പക്ഷെ ആ മഴ ഉണ്ടായത് കൊണ്ട് തന്നെ
ഫുൾ കോട നിറഞ്ഞ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല കാറ്റും ആ കോടയും, പ്രത്യേകിച്ച് കോട ഇറങ്ങുമ്പോൾ നമുക്കൊരു പ്രത്യേക ഭംഗിയാണല്ലോ ആ സ്ഥലം കാണാനായിട്ട്. പക്ഷേ വ്യൂ പോയിന്റ് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഈ ഒരു ക്ലൈമറ്റ് ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തു. അതിനേക്കാൾ എൻജോയ് ചെയ്ത വേറൊരു കാര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. കന്നഡ പയ്യന്മാരൊരു സ്പീക്കറായിട്ട് വന്നതാണ്. അവർ ആ സ്പോട്ടിലേക്ക് വന്നതേ അവർക്ക് ഓർമ്മയുള്ളൂ. അവർ വരെ ഞെട്ടിത്തിരിച്ചു ഞങ്ങളുടെ ഡാൻസും പാട്ടും പരിപാടിയും കണ്ടിട്ട്. ശരിക്കും ഇത് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ. ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരു പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യണം എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും, അത് പറയേണ്ട താമസമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും അതിനൊപ്പം ഡാൻസ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. പോകുന്ന വണ്ടി കണ്ടല്ലോ അല്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് പോകുമ്പോൾ മഴ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. ഇപ്പം നമ്മൾ തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. പണി എങ്ങനെ ഉണ്ടായിരുന്നു? കൂലിയൊക്കെ കിട്ടിയോ? ഒരേപോലെയുള്ള വൈബുള്ള കുറച്ച് ആളുകൾ, അതാണ് ഇവരെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാം എൻജോയ് ചെയ്യാനുള്ള ഒരു മനസ്സുള്ളവരാണ്. അങ്ങനെയുള്ളവർ ഒരു യാത്രയിൽ പങ്കെടുക്കുമ്പോൾ ആ യാത്ര ഏറ്റവും മനോഹരമാകും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു യാത്ര. കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് ഇപ്പം പാട്ട്, ഡാൻസ്, അതുപോലെ ഗെയിം, അങ്ങനെയുള്ള ഒരുപാട് കളിയും ചിരിയും തമാശകളുമായിട്ട് സത്യം പറഞ്ഞാൽ ചിരിച്ചിരിച്ച് വായ കടയിൽ വയറ് കൊളുത്തി പിടിക്കൽ, അങ്ങനെ പല പല കാര്യങ്ങളും ഈ യാത്രയിലുണ്ടായി. അത്രയും എല്ലാവരും എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു. അപ്പം നമ്മുടെ ട്രാവൽസിൻ്റെ പേരാണ് ഡോറയുടെ പ്രയാണം. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ടൂർ പാക്കേജുകൾ ചെയ്യുകയാണ്. ഇതുപോലെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൂടാം. അപ്പം ഞാൻ നമ്പർ ഇവിടെ കൊടുത്തേക്കാം. നമുക്ക് ഓരോ മാസം ഓരോ ട്രിപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു യാത്ര മനോഹരമാക്കിയ എല്ലാവരോടും ഒത്തിരി സ്നേഹം.